ബെസിലിയസ് കോളേജിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു വർഷമാണ് ഇത്. കോട്ടയത്തിൻ്റെ അക്ഷരദീപം കൊളുത്തിക്കൊണ്ട് ബെസിലിയോസ് കലാലയം നിലവിൽ വന്നിട്ട് 50 വർഷം തികയുന്ന ചരിത്ര മുഹൂർത്തമാണിത്. ബെസിലിയോസ് കോളേജിനോടൊപ്പം തന്നെ ആരംഭിച്ച ഒന്നാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. 3 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബെസിലിയോസിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്യൂട്ടലേജ് ലെക്ചർ സീരീസ്. ഇവിടുത്തെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സ്റ്റുഡൻസിനെ കുറിച്ച് ധാരണയുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് വന്നതേ ഉള്ളവർക്ക് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പ്രതിമാസം നടത്തുന്ന ഒരു പ്രഭാഷണ പരമ്പരയാണിത്. ട്യൂട്ടലേജ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു ടേമാണ് ട്യൂട്ടലേജ്. ട്യൂട്ടലേജ് എന്ന് പറഞ്ഞാൽ പൈതൃകം എന്നാണ്. ഇന്നത്തെ തലമുറ പൈതൃകം വിട്ട് പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ആ പൈതൃകത്തിലേക്ക് തിരിച്ചെത്താത്തതിൻ്റെ പ്രശ്നം നേരിടുന്ന കാലത്ത് പൈതൃകത്തിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ മടങ്ങിയെത്തണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ട്യൂട്ടലേജ് എന്നൊരു ലെക്ചർ സീരീസ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ എപ്പോഴും എല്ലാവർക്കും തോന്നും ഫിനാൻസ്, എക്കണോമിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാവൂ എന്ന്. എന്നാൽ ഈ ട്യൂട്ടലേജ് ലെക്ചർ സീരീസ് അങ്ങനല്ല. ലോകത്തുള്ള ഏത് സബ്ജക്റ്റിനെ കുറിച്ച് വേണമെങ്കിലും ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങളെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരിക. ആദ്യമായി നടത്തിയ ട്യൂട്ടലേജ് ലെക്ചർ സീരീസ് കേരളത്തിലെ ക്രിസ്ത്യൻ ഫോക്ലോറിനെ കുറിച്ചായിരുന്നു. പിന്നെ ഒരു വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പ്രോഗ്രാം നടന്നു. അതിനുശേഷം ബഡ്ജറ്റിനെ കുറിച്ച് നമ്മുടെ അലുമിനി തന്നെയായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റുമായ ഒരു വ്യക്തിയാണ് അടുത്ത പ്രോഗ്രാമിന് വന്നത്. കഴിഞ്ഞ എൻവയോൺമെൻറ്റ് ഡേയുടെ പ്രമാണിച്ച് ഒരു എൻവയോൺമെൻറ്റ് ഡേ മെസ്സേജ് കൊടുത്തു. കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ക്ലാസ് എടുക്കാൻ വന്നത്. ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കൊമേഴ്സ് അസോസിയേഷൻ സംബന്ധിച്ച് ട്യൂട്ടലേജ് ലെക്ചർ സീരീസ്. ട്യൂട്ടലേജ് ലെക്ചർ സീരീസിനെ സംബന്ധിച്ചും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചും ബെസിലിയോസ് കോളേജിനെ സംബന്ധിച്ചും 2013-14 വർഷത്തിൽ അല്ലെങ്കിൽ ഈ 50 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിനമാണ് ഇന്നത്തെ ദിവസം. 2 മഹത് വ്യക്തിത്വങ്ങളാണ് ഈ ദിവസം കോളേജിലേക്ക് കടന്നു വന്നത്. രാവിലത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാമിൽ സുപ്രസിദ്ധ സാഹിത്യകാരനായ ബെന്യാമിൻ സാർ എത്തിയെങ്കിൽ ഉച്ചകഴിഞ്ഞത്തെ പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട അലക്സാണ്ടറസിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിക്കവാറും വിദ്യാർത്ഥികളോട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു. എങ്കിലും ആവർത്തന വിരസത തോന്നുമെങ്കിലും ഞാൻ ആ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ജെയിംസ് കുര്യൻ അച്ഛൻ. അമേരിക്കയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ലോകമെമ്പാടുമുള്ള ഏകദേശം 180-ലധികം രാജ്യങ്ങളിലെ 341 നഗരങ്ങളിലുള്ള അമേരിക്കൻ കോൺസുലേറ്റുകളുടെയും എംബസികളുടെയും ഒക്കെ പ്ലാനിംഗ് മുതൽ ഓഫീസ് കൺസ്ട്രക്റ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുന്നിടം വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ നടത്തപ്പെടുന്നത്. അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചും ഞാൻ പറഞ്ഞു. കാരണം നമുക്ക് സാമ്പത്തികമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമുക്കതേക്കുറിച്ച് ധാരണയുണ്ട്. 17,000 ബില്യൺ US$ ആണ് ഒരു വർഷത്തെ ഫണ്ട് യൂട്ടിലൈസേഷൻ. അത്രയും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കൈകാര്യം ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ തൻ്റെ വൈദിക ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കമ്പയർ ചെയ്തപ്പോൾ പറഞ്ഞു. ബെസിലിയോസിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും സുവർണമായ ഒരു നിമിഷത്തിൽ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ലഭിച്ചതിൽ ബെസിലിയോസ് കോളേജ് ഏറ്റവും ധന്യമായിരിക്കുകയാണ്. അലക്സാണ്ടർ അച്ഛനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ ഇവിടെ അവതരിപ്പിക്കുന്നതിന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് 2 ലക്ഷ്യങ്ങളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ കുറച്ചെങ്കിലും നമ്മിലേക്ക് പകരുക. രണ്ടാമത്, അലക്സാണ്ടർ അച്ഛൻ എന്ന് പറയുന്ന ഒരു വിദേശിയല്ല. നമ്മുടെ കേരളത്തിലെ മാവേലിക്കര എന്ന ഗ്രാമത്തിലെ പള്ളിപ്പാട് സ്വദേശിയായ ഒരു വ്യക്തി, മലയാളിയായ ഒരു വ്യക്തിക്ക് അമേരിക്ക ഗവൺമെൻറ്റിൻ്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അതായത് നമുക്കേവർക്കും മുമ്പിലുള്ള ഒരു ഐക്കണായിട്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള ഐക്കണുകളെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ അലക്സാണ്ടർ അച്ഛനെ പോലെയും ഇനിയും മറ്റു മഹത് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ മാതൃകയാക്കിക്കൊണ്ട് ബെസിലിയോസ് കോളേജിൻ്റെ അലുമിനിയും അത്യുന്നത സ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ പോലുള്ളവരെ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ
യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറാണ്. ഞാൻ പറഞ്ഞ ടോട്ടലേജ് ലെക്ചർ സീരീസിന്റെ ആരംഭം മുതൽ, അല്ലെങ്കിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഏതൊരു പ്രോഗ്രാമിന്റെ നോട്ടീസ് പ്രിപ്പറേഷൻ മുതൽ പ്രോഗ്രാം അവസാനിക്കുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നും കൈത്താങ്ങലായും നേതൃനിരയിലും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വഴിവിളക്കായി എന്നും നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഓണാർ സാറിനെ ഔപചാരികമായി ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജെയിംസ് സാറാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. സാറിനെയും യോഗത്തിന്റെ ഔപചാരികതയുടെ പേരിൽ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ കുറിച്ചുള്ള ഖ്യാതി നമ്മുടെ നാട്ടിലുള്ള ഉയർന്ന തലമുറകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ട് പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുര്യൻ സാറുണ്ട്, മലയാള മനോരമയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ലൂക്കോസ് സാറുണ്ട്, റോയ് സാറുണ്ട്, അച്ഛൻ്റെ സഹപാഠിയായിരുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ എത്തിച്ചേർന്നുണ്ട്. ഇവരെയും ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബെസിലോസ് കോളേജിന്റെ സഹോദര സ്ഥാപനമായ KG കോളേജിൽ നിന്ന് 2 അധ്യാപികമാർ എത്തിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള നമ്മുടെ ബെർലി ടീച്ചറാണ്. കൂടാതെ ലിസ ടീച്ചറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഗിരിദീപം കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് വിദ്യാർത്ഥികളായ 2 പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെസിലിയോസ് കോളേജിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും അഭിമാന താരങ്ങളായ, ഇതുവരെയുള്ള പ്രോഗ്രാമുകളിലെല്ലാം എന്നും മുൻകൈയെടുത്ത് ഏറ്റവും മുന്നിൽ നിന്ന് പ്രോഗ്രാമുകളെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളേവരുമാണ്, വിദ്യാർത്ഥികൾ. നിങ്ങളേവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. Thank you, sir. ആദരണീയനായ പ്രിൻസിപ്പൽ JK കുര്യൻ ഓണർ സാർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി അലക്സാണ്ടർ അച്ഛൻ, എൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് സന്തോഷപൂർവ്വം കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹിതരെ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഇന്നൊരു അവിസ്മരണീയ ദിനമാണ്, ഒരു സുദിനമാണ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ട്യൂട്ടിലേജ് എന്ന് പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരയാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു. പലരും സംശയം പ്രകടിപ്പിച്ച ഒരു പദമാണിത്. കോമേഴ്സുകാരൻ എന്താണ് ഈ ട്യൂട്ടിലേജ്, അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഗാർഡിയൻഷിപ്പ്, അതും അല്ലെങ്കിൽ രക്ഷകർത്തൃത്വം എന്നൊക്കെ അർത്ഥം വന്നേക്കാവുന്ന ഈ പ്രഭാഷണ പരമ്പരയുമായിട്ട് കോമേഴ്സുകാർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിനെ, ഇതിൻ്റെ സംഘാടകരെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ചില അനുഭവങ്ങളാണ്. പ്രത്യേകിച്ചും യുവതലമുറയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വാതാരാതെ പറയുന്ന കാര്യമാണ്, അവർക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മൂല്യബോധം കുറവാണ്, അതുമല്ലെങ്കിൽ ആർഭാടങ്ങളുടെ പിന്നാലെ പായുന്നു, ജീവിത വീക്ഷണത്തിൽ ഗൗരവബോധമില്ല എന്നൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷേ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ഈ പറയുന്ന വസ്തുതകളിലൊക്കെ കഴമ്പുണ്ടെങ്കിൽ തന്നെ ഈ മൂല്യച്യുതി അല്ലെങ്കിൽ മൂല്യശോഷണങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുക, മൂല്യ അവബോധം സൃഷ്ടിക്കുന്നതിന് യുവതലമുറയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഉത്തമ മാതൃകകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടുകാലത്തൊക്കെ നമുക്കറിയാം, ഈ കൂട്ടുകുടുംബ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്
വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ ഇങ്ങനെയുള്ള വലിയ കൂട്ടുകുടുംബ സംവിധാനത്തിലൊക്കെ ജീവിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരുപാട് മൂല്യങ്ങൾ സ്വായത്തമാക്കാനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വളർന്നു വന്ന സ്ഥാനത്ത് ഇന്ന് ഈ അണുകുടുംബ വ്യവസ്ഥിതിയിൽ ഒട്ടനവധി ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകാൻ പറ്റാതെ കൈമോശം വന്നു പോകുന്നുണ്ട്. ഇവർക്ക് ഇവയെക്കുറിച്ചൊരു അവബോധം നൽകാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഏതാണൊരു മേഖല? കാര്യമായ മേഖലകളൊന്നുമില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഈ പൈതൃകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിന്നെ പൂർവ്വകാല മഹിമകളെക്കുറിച്ച് ഒക്കെ ഇവരെ ബോധവൽക്കരിക്കണമെങ്കിൽ, ഇവർക്കറിയണമെങ്കിൽ ഇവരുമായിട്ടത് പങ്കുവെക്കുന്ന സാഹചര്യങ്ങളുണ്ടാവണം. അങ്ങനെ ജീവിതത്തിലെ ഉത്തമമായിട്ടുള്ള അനുഭവങ്ങൾ, ഉദാത്ത മാതൃകകൾ യുവതലമുറയായി പങ്കുവെക്കാനായിട്ടുള്ള ഒരു പൂർണ്ണമായ ഔപചാരികത ഉള്ളതല്ല. എന്നാൽ ഔപചാരികതയുടെ പരിവേഷമുണ്ട്. അതേസമയം അനൗപചാരികതയും കൂട്ടിക്കലർത്തി കുഞ്ഞുങ്ങളോട് ഈ നല്ല നല്ല ജീവിത അനുഭവങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യത്തോടുകൂടി പറയുവാനുള്ള ധാർമ്മികമായിട്ടുള്ള പിൻബലത്തോടു കൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ട്യൂട്ടിലേജ് എന്ന പേരിൽ ഈ പ്രസംഗ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യം വെച്ചത്. ഇവിടെ ലക്ഷ്യം വെക്കുന്നത് കേവലം വിജ്ഞാനം പകരാനുള്ള ചർച്ചകൾ നടക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായി ഇവിടെ ഒരു മൂല്യബോധത്തിൻ്റെ പകർന്നു നൽകൽ, അതിനുള്ള ഒരു വേദി കൂടിയാക്കിയാണ് ട്യൂട്ടിലേജ് എന്നുള്ള ഈ പ്രഭാഷണ പരമ്പര ക്രമീകരിച്ചിരിക്കുന്നത്. അതിലേക്ക് ദൈവകൃപയാൽ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ കാര്യപരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അവസരം ഒരുക്കി വരുന്നതിൽ അല്ലെങ്കിൽ ഒരുക്കി തരുന്നതിൽ ജഗദീശ്വരനോട് ഉള്ള നന്ദിയും വിധേയത്വവും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി നടത്തുന്നതിന് സാഹചര്യം നമുക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ്റെ സന്മനസ്സാണെന്നുള്ള വസ്തുത അടിവരയിട്ട് ഓർമ്മിച്ചുകൊണ്ട്, കാരണം ഇത്രയേറെ തിരക്കേറിയ ഒരു വ്യക്തിത്വം ഇതുപോലുള്ള ഒരു ചടങ്ങിന് സമയം നൽകി നമ്മെ ആദരിച്ചു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പ്രശസ്ത കവി ശ്രീകുമാരൻ തമ്പിയുടെ അമ്മ വീട്. അമ്മ വീടെവിടെ നീ വഴിതെറ്റി അലയുന്നു, അമ്മിഞ്ഞ തന്മണം വ്യഥകളിൽ തിരയുന്നു. കാഴ്ചയുണ്ടെങ്കിലും കാണാത്ത കണ്ണുകൾ, കേൾവിയുണ്ടെങ്കിലും കേൾക്കാത്ത കാതുകൾ, ഉച്ചത്തിലലറുന്നു പാടുന്നു തെല്ലുമില്ലൊച്ചയിൽ നാദബീജാക്ഷരസ്പന്ദനം. മധുരപ്രഭാഷണം കോർത്തുവിൽക്കുന്നു നീ, അതിലില്ല വാങ്മയത്തനിമതൻ ചേതന. അമ്മ വീടെവിടെ നീ വഴിമാറിയലയുന്നു, ഉണ്മയറിയാതെ നീ വാഹനം മാറ്റുന്നു. നഷ്ടലാഭങ്ങൾ തൻ നേർമുഖം കാണുക, നഷ്ടമായി തീർന്നതെന്തൊക്കെയെന്നെണ്ണുക. നഷ്ടമായി തീർന്നതെന്തൊക്കെ നാവിൻ തുമ്പിലിറ്റിയ പൊൻതുള്ളി, തേൻ തുള്ളി, പാൽ തുള്ളി. ഇത്തിരി പൂവിൻ വിശുദ്ധി, ബാല്യത്തിന്റെ പുഷ്പവനത്തിലെ മുള്ളിൻ മധുരിമ. നിത്യമുഷസ്സിലിളം പുൽച്ചിരിത്തണ്ടിൽ മുത്തായുറയുന്ന ഭൂപാള സാന്ദ്രിമ. നാളങ്ങൾ തുള്ളുന്ന നാലമ്പലത്തിലെ നാഗസ്വരത്തിലെ നാട്ടക്കുറിഞ്ഞികൾ, തൈപ്പൂയമണിയുന്ന കാവടിച്ചിന്തുകൾ, പത്താമുദയ ചമയ വിഭ്രാന്തികൾ.
പുസ്തകത്താളിൽ മറഞ്ഞ കിളിത്തൂവൽ. അച്ഛനെ പേടിച്ചു സൂക്ഷിച്ചൊരാനവാൽ. ശർക്കര മാമ്പഴച്ചാറൊഴുകും വിരൽ നക്കിത്തുടയ്ക്കും കളിത്തോഴി തൻ മുഖം. മാംസം ചതിക്കും കഥയറിയാതെ ആ മാറത്തു കോറിയ വൈരാഗ്യരേഖകൾ. നഷ്ടമായി തീർന്നതെന്തൊക്കെ അരയാലില നൃത്തമാടുന്നതിൻ താളപ്പകർച്ചകൾ. കൽമണ്ഡപത്തിലെ ശില്പഖണ്ഡങ്ങളിൽ കൗമാരമേൽപ്പിച്ച കൈനഖപ്പാടുകൾ. 9ാം ഉത്സവക്കൂട്ടം പിരിവതിൻ മുമ്പേ ഉറങ്ങാതൊരുങ്ങും കുളപ്പുര. വീതി വിരിക്കട തോറും വിലപേശി ഏതുമേ വാങ്ങാതെ പിൻവാങ്ങുമാശകൾ. നഷ്ടമായി തീർന്നതെന്തൊക്കെ നിൻ കാലുകൾ പിച്ചവച്ചാടിയ പൂമുഖം. അമ്മയോടൊട്ടിക്കിടന്ന വടക്കേപ്പുര. ആട്ടുകട്ടിൽ പൊക്കിൾ കൊടിയും മറുപിള്ളയും നിത്യസുഷുപ്തിയിലാണ്ട പുരയിടം. മുത്തശ്ശിമാർ പൂക്കളായ പുരയിടം. അമ്മയെ അല്ലൽ പെടുത്തും അടുക്കള. അമ്മ തൻ കണ്ണീരുണങ്ങും അകത്തളം. ഗർഭം ധരിച്ചും പ്രസവിച്ചുമന്നു പോറ്റിയ പത്തായമുള്ളോരറപ്പുര. നാടിനും വീടിനും കാവലെന്നോതുന്ന നാഗയക്ഷി പീഠമാണും നിലവറ. എല്ലാ കറയും വിശുദ്ധിയായി മാറ്റുന്നൊരമ്മതൻ മുണ്ടിന്റെ കൊന്തല. പുത്രന്റെ ഉള്ളിൽ ഒളിക്കും കുറുമ്പുകളൊക്കെയും കണ്ടുപിടിച്ചു രസിക്കുന്നൊരാചിരി. നിൻ ചോര തൻ മണം, നിൻ ഭാഷ തൻ മണം, നീ ആദ്യമായി നുകർന്നോരു മണ്ണിൻ മണം. നഷ്ടമായി തീർന്നതെന്തൊക്കെ നിഴൽ ചൊല്ലി. നഷ്ടമായി തീർന്നതു നിനക്കു നീ തന്നെയും. നഷ്ടമായി തീർന്നതു നിനക്കു നീ തന്നെയും. നന്ദി. Chief guest of the day, Father Alexander J. Kurian, Head of the Department of Commerce, Dr. P.M. James, senior friends present here, members of the faculty, and my dearly beloved students. A couple of minutes ago, I was asking Father Kurian which language he would be speaking in. He said, if you don't mind, English. I think our programs like this should be conducted in English. I'll come to the reason shortly afterwards. You heard a great deal about tutelage. We have been organizing lectures like this for the past few months in order to impart old world values into you. Many of you children who sit here, well, you do not know about many people of the yesteryears of the former generations who rose to high positions in life by dint of their hard work and dedication. Some time ago, Mr. K.T. Jaco IAS came over here. He gave a very meaningful address. Well, how he rose up in life, he explained to you. Father Alexander J. Kurian, he left Kerala when he was 18 or 19 and went all the way to the United States of America. And how he rose up in life. You all heard the success saga. He is now occupying a very prestigious position in American administration. You all heard about Washington DC. I have been there twice. You know about the White House, about the Capitol, everything. But many of us didn't until today know that one of our own compatriots, one who belongs to our own community, he is occupying such a pivotal position there.
many of you didn't know. How did he rise to such dizzying heights? How did people of the previous generations all come up like this? This is a very important lesson for youngsters. Tutorage is in fact designed for this, in order to tell you about old world values, about the great role models of yesteryears, how they are guiding lives for you. Their tales will inspire you. I'm really happy that Father Alexander J. Kurian is with us this afternoon. Naturally, when he comes back to his motherland, he should visit the flagship college of his mother church. But God made everything possible, otherwise we would not have had such a wonderful chance to listen to him. Well, I want to tell you a few things before you directly hear from our chief guest today. Our former president, Dr. APJ Abdul Kalam, he has been continuously reminding our children, India is the future. You know, in a few years from now, we are going to overtake China, and we hope to become a very powerful economy, a very powerful superpower in the world. Well, we will require a lot of strategic planning. Father will be telling you what exactly is strategic planning. It is because of the excellence in strategic planning that the US is still at the helm of affairs. Well, India has great opportunity, great scope to come up. Many people think China is going to become a great superpower and we will be left very much behind. No, that's not the case. Fortunately, we have a demographic bonus in this century. In a few years from now, China will lose ground to us. The reason is that among the Chinese, the majority of the people there today are middle-aged people and old-aged people. And our youngsters, they will outnumber their youngsters in a few years from now. The one-child norm is very strictly introduced in China. And though we believe in family planning, India still has a growing population. And so within the next few years, while all the old men of old men of China will die, India will catch up. India will overtake them because young people with energy, with brains, they are all coming up in life. Second reason. So this is the first reason, demographic bonus. We will have plenty of youngsters in the years to come, while the Chinese, many of them will get pretty old and retire, and then future will be in the hands of our youngsters. Secondly, we have an advantage over them. We know English, they don't. Some of my friends who have gone to China were telling me, even if they want to ask somebody for directions, well, many people will not be able to help you because so few know English. But to counter this threat, China is doing something, and they require 5 lakh English teachers from now onwards. They will be recruiting many, and we hope that 50% will be naturally from India. So because of all these reasons, well, we have a buoyant optimism that in the years to come, India will come up. And if India should come up, there should be strategic planning. And for all these things, Father will be able to give you proper guidance. We are very happy that in spite of his hectic schedule, you know, people from America come down here to their motherland. They will be spending hardly a couple of weeks here. And in between this busy schedule, he could squeeze in a program for the flagship college of his mother church. We are really happy about this. And on behalf of entire Basilius community, I place on record our sincere appreciation to Father Alexander Kurian for coming down and honoring us. Thank you very much.
James Kurian. Honorable Chief Guest of the Day, Father Alexander James Kurian, Professor Jacob Kurian Anand, Principal of our college, Dr. P.N. James, Head of our department, other distinguished guests, our most valued teachers, and my dear colleagues. Good evening to one and all. It's a great honor to have this opportunity to thank all of you. I would like to express our sincere thanks to Father Alexander James Kurian, Chief Guest of the Day, for giving an excellent coverage to the issues regarding strategic planning and challenges of international negotiations. I am indirectly sure that his experience and knowledge which is shared with us will be an asset for everyone present here. We are indeed grateful to you, sir, for sparing time from your valuable schedule to be with us on this occasion. Professor Jacob Kurian Anand, the principal of our college, is always with us by extending his valuable support for all our activities. We thank you, sir, for being with us this evening. I must mention our deep sense of appreciation for Dr. P.N. James, our department head, for offering a wonderful introductory speech. Thank you, sir, for your great words. I also extend my special thanks to Father Dr. Ken George, ex-principal, Orthodox Theological Seminary, Kottayam, and member of Executive Committee, World Council of Churches, for honoring this session with his esteemed presence. I also express my gratitude to all the teachers and students from different colleges and all others who reached here for being with us in this evening. May I thank Professor Vivintya Burgess, our department faculty and convener of the program, welcoming all of you to this function. I would like to take this opportunity to place and record our hearty thanks to our dear teachers for the perfect guidance they offer to all of us. I am also grateful to another trilogy of Devan Commerce for his melodious recitation. I also extend